ഇരുവരുടെയും ശൈലി തികച്ചും വ്യത്യസ്തമാണ്. പിണറായി വിജയനാകട്ടെ കർക്കശക്കാരനായ ഒരു സംഘാടകനായിട്ടാണ് അറിയപ്പെടുന്നത്. കൂടാതെ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ആധിപത്യമാണ് ഇദ്ദേഹത്തിനുള്ളത്. വി.ഡി. സതീശനാകട്ടെ മികച്ച പാർലമെന്റേറിയൻ എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന്റെ കണക്കുകളും വസ്തുതകളും നിരത്തിയുള്ള സഭാപ്രസംഗങ്ങൾ ശ്രദ്ധേയമാണ്. ഇരുവരുടെയും രാഷ്ട്രീയ ശൈലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വിസസ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ. പിണറായി വിജയൻ പാർട്ടിക്കുള്ളിലും ഭരണത്തിലും ശക്തമായ നിയന്ത്രണമുള്ള നേതാവാണ്. ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവത്തെ സൂചിപ്പിക്കുന്നു. കേരയിൽ പോലുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ അദ്ദേഹം കാണിക്കുന്ന വാശി ഒരു വിഭാഗം വികസനമായി കാണുമ്പോൾ മറ്റൊരു വിഭാഗം അത് ധൂർത്തായി വിമർശിക്കുന്നു. അതേപോലെ പ്രളയം, നിപ്പ, കോവിഡ് കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിന്റെ നേതൃത്വം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത് അദ്ദേഹത്തിന് വലിയൊരു ജനപിന്തുണ നേടിക്കൊടുത്തു. വി.ഡി. സതീശനിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് ഇദ്ദേഹം. ഡേറ്റാ ബാങ്ക് എന്ന് വിളിക്കപ്പെടാറുള്ള ഇദ്ദേഹം നിയമസഭയിൽ സർക്കാരിനെതിരെ വസ്തുതകൾ നിരത്തി സംസാരിക്കുന്നതിൽ വിദഗ്ധനാണ്. കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ UDFനുള്ള സ്വാധീനം തിരിച്ചുപിടിക്കാൻ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ ചിതറിക്കിടന്നിരുന്ന പ്രതിപക്ഷത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും സർക്കാരിനെതിരായ സമരങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്.